നമസ്കാരം. ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താലും വ്യാഴവും ചന്ദ്രനും കൂടിച്ചേർന്ന് ശുഭകരമായ യോഗവും രൂപീകരിച്ചിരിക്കുന്നതായ ദിവസമാക്കുന്നു. ബ്രഹ്മയോഗം രൂപപ്പെട്ടിരിക്കുന്നതായ ദിവസം കൂടിയാണ്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് ബിസിനസ് പരമായാണ് എങ്കിലും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്പം കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ച് കൂടി ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ് പരമായ വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ലാഭം, മറ്റ് ലാഭം തേടിയെത്തുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സഹായകരമായ പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം ചില തീരുമാനങ്ങൾ തിടുക്കപ്പെട്ട് എടുക്കുവാനും അത് അബദ്ധത്തിൽ കലാശിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായ അവസരത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നഷ്ടത്തിൽ കലാശിക്കുകയോ അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിൽ വ്യക്തികൾക്ക് അനുകൂലമായ ദിവസം തന്നെയാണ് വന്നു ചേരുക. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ബിസിനസ് പരമായ യാത്രകൾക്ക് സാധ്യത. അത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ബിസിനസ് പരമായോ അല്ലെങ്കിൽ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ലാഭകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പ്രശസ്തി വർദ്ധിക്കുന്നതായ പല കാര്യങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധം കൂടുതൽ ദൃഢമായി തീരാം. കൂടാതെ ശ്രദ്ധേയമായ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തുഷ്ടി നൽകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ശക്തമായ പിന്തുണ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രണയികൾക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം ഉത്സാഹകരമായ വാർത്തകൾ, വളരെ സന്തോഷം പകരുന്നതായ ചില വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. ചില ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഇന്നേ ദിവസം അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക.
പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സത്യസന്ധമായ പരിശ്രമത്തിലൂടെ ഈ സാധ്യതകൾ ധനലാഭത്തിനായി നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം ബിസിനസ് പരമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി കൈക്കൊള്ളുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. സന്തോഷവും സംതൃപ്തിയും നിറയുന്നതായ കാര്യങ്ങൾ തൊഴിൽപരമായോ ബിസിനസ് പരമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിൽ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം അമ്മയുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട സഹായവും ലഭിക്കാം. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായി മാറാം. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദിവസമാണ്. ബന്ധം കൂടുതൽ ദൃഢമാകുവാൻ സഹായകരമായി തീരും. എന്നാൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഇന്നേ ദിവസം ധന ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ഈ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസമാണ് നാളെ. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ചില തീരുമാനങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം മനസമാധാനം ലഭിക്കുന്നതായ ദിവസമായി തന്നെ മാറും. നിയമപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക. പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എങ്കിൽ പോലും പണം സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനം ലഭിക്കാനുള്ള സാധ്യത, ധനപരമായ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അംഗീകാരം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആശങ്കകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ തേടിയെത്താം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തണം. ഇന്നേ ദിവസം സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ദിവസമാണ്. തന്മൂലം കലഹങ്ങൾ, ചില നഷ്ടങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.